ലൈക്ക് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ബോഡി സ്പ്രേ അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കങ്ങനെ മൊത്തം എൻ്റെ ഒരു ബോഡി മിസ്റ്റി ആയിട്ട് ഇങ്ങനെ കോക്കനട്ടി ഫ്ലേവറി ആയിട്ട് ഫീൽ ചെയ്യണ പോലെ തോന്നും. അതെല്ലാവർക്കും ഫീൽ ചെയ്യുമെന്ന് അറിയില്ല. സോ ഇതാണ് ഗൈസ് എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. വീട്ടിൽ നമ്മൾ ഒരു ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. സോ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കനേഡിയൻ മലയാളി. എന്നോട് കുറേ ആൾക്കാരെ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയട്ടെ, എനിക്ക് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ബിക്കോസ് നിങ്ങളിപ്പോൾ ഒരു ടോഡ്ലർ മോം ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടൈം ക്രഞ്ച് ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടറിയാം, ഞാനിപ്പോൾ എൻ്റെ സ്കിൻ കെയറും എല്ലാ കാര്യങ്ങളുടെയും ഈ വീഡിയോ ചെയ്യുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഇപ്പോഴാണ് നിക്ക് വർക്ക് ഒന്ന് പോസ് ചെയ്തിട്ട് കൊച്ചിനെ നോക്കാമെന്ന് പറഞ്ഞത്. അപ്പോഴാണ് എനിക്കൊരു 1 hour ടൈം കിട്ടിയത്. ഈ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ഡെയിലി റൂട്ടീൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ വീക്കെൻഡിൽ ഇതുപോലെ ടൈം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിക്കിനെ കൊണ്ട് കൊച്ചിനെ ഇങ്ങനെ നോക്കിപ്പിക്കുന്ന ഒരു ടൈമോ എനിക്ക് എൻ്റേതായ ഒരു ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഭയങ്കര നല്ലതായിരിക്കും. ഞാൻ ഡെയിലി ഹെയർ വാഷ് സജസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. ബിക്കോസ് എൻ്റെ ഹെയറിൻ്റെ ഹെൽത്തിനെ ഇത് എഫക്റ്റ് ചെയ്യാറുണ്ട്. സ്പെഷ്യലി ഇവിടെ കാനഡയിലെ വെള്ളം അത്ര നല്ലതല്ല, ഭയങ്കര ഹാർഡ് വാട്ടറാണ്. അപ്പോൾ ഞാനൊരു 2 ദിവസം കൂടുമ്പോഴാണ് എൻ്റെ മുടി കഴുകാറുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ മുടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാനിവിടെ ക്യാമറയുണ്ട്, അല്ല ഇവിടെ ഒരു മിററുണ്ട് കേട്ടോ ഗൈസ്, അതാണ് അങ്ങോട്ട് നോക്കിയത്. അപ്പോൾ ഇപ്പം നിങ്ങൾ എൻ്റെ മുടി കണ്ടോ, ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഭയങ്കര ഓയിലിയാണ് എൻ്റെ മുടി. ഞാൻ എപ്പോഴും സെവറസ് സ്നീപ്പാണെന്ന് പറയാറുണ്ട്, പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഹെയർ ആണ് എൻ്റെ. പക്ഷേ അത് കൈൻഡ് ഓഫ് ലൈക്ക് കീപ്സ് മൈ ഹെയർ മോയ്സ്ചറൈസ്ഡ് ഓൾസോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം കംപ്ലയിൻറ്റ് ചെയ്യാറില്ല. ഓയിലി സ്കിന്നാണ് എല്ലാവർക്കും സെയിം സ്കിൻ ടോൺ ആവണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനൊരു 2 ദിവസം കൂടുമ്പോഴാണ് എൻ്റെ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ കുളിച്ചിട്ട് വരാം, അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്കിൻ കെയർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ ഈ ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടാണ് ഈ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്യണേ. കുറച്ച് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ചിലപ്പോൾ ഫില്ല് ചെയ്യുമായിരിക്കും. എപ്പോഴും നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം ഗൈസ്. എന്താണെന്നറിയില്ല, നമ്മളെപ്പോഴും മറക്കുന്നൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ബാക്ക് ഓഫ് ദ മൈൻഡ് ആലോചിക്കണം എന്ന് വിചാരിക്കും. ഫോണിൽ റിമൈൻഡറൊക്കെ ഇട്ടാലും വെള്ളം കുടി കുറവാണ്. നമ്മളെപ്പോഴും വെള്ളം കുടിക്കണം ഗൈസ്, എന്നാലാണ് നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആവുള്ളൂ. അപ്പോൾ ഞാൻ കുളിക്കണേൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യണത്, പിന്നെ അതുപോലെ തന്നെ ഞാൻ കുളിക്കുന്ന രീതി ഞാൻ പറയാം. ആദ്യമേ ഞാൻ ഹെയർ വാഷ് ചെയ്യും ഗൈസ്, എന്നിട്ട് കണ്ടീഷണർ ചെയ്യും. കാരണം എൻ്റെ ബോഡിയിൽ ഞാൻ ഷവറാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആദ്യമേ തല വാഷ് ചെയ്ത് കണ്ടീഷണർ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ബോഡി വാഷ് ചെയ്യണത്. ഇത് കൈലി ജെന്നറും അതുപോലെ തന്നെ ക്ലോയി കർദാഷിയനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. കാരണം നമ്മുടെ ഈ കണ്ടീഷണറിലെ സാധനം നമ്മുടെ ബാക്കിൽ വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ആക്നി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. എനിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ടെസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ റെസിഡ്യൂ എപ്പോഴും നമ്മുടെ ബാക്കിൽ ഉണ്ടാവുമല്ലോ, കാരണം നമ്മൾ ആദ്യമേ ബോഡി അത് കഴിഞ്ഞിട്ട് ഷവർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് കാരണം ഞാൻ ഹെഡ് ബാത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ബോഡി വാഷ് ചെയ്യണത്. അറ്റ് ദി എൻഡാണ് ടോസും ഫീറ്റും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സ്കിന്നിന് ഒബ്വിയസ്ലി ബോഡി വാഷിന് ഞാൻ യൂസ് ചെയ്യണേ വീനോയുടെ സ്കിൻ റിലീഫ് ബോഡി വാഷ്. ഇത് ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യും ഗൈസ്. ഇത് നല്ല സാധനമാണ് ആക്ച്വലി. പാരബൻ ഫ്രീ ആണ്, സാൻസ് പെർഫ്യൂം ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. പിന്നെ ഈ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഞാൻ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ന്യൂട്രിയസിൻ്റെ ഈ ബ്രസീലിയൻ ഷാംപൂ കൊക്കോ ബ്ലിസ് എന്നും പറഞ്ഞിട്ട്, ബാക്കിയുള്ളവർ കാണിക്കണം, സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഗൈസ്. അയ്യോ ആക്ച്വലി നല്ല കാര്യമല്ലേ. അല്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മറ്റേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. അത് ഞാൻ കൊടുക്കാൻ നോക്കാം കേട്ടോ ഗൈസ്. ഈ പ്രാവശ്യം ഞാൻ കറക്റ്റായിട്ട് സ്കിൻ കെയറിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യമേ ഈ ഷാംപൂ ആണ് യൂസ് ചെയ്യണേ. ഇത് പിന്നെ ഈ ന്യൂട്രിയസിൻ്റെ ബ്രസീലിയൻ കണ്ടീഷണർ, ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യത്തില്ല. എനിക്ക് നേറ്റീവ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം. ഇത് ഞാൻ കോസ്കോയിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആര്യൻ കുളിക്കാൻ കയറുമ്പോൾ, അവൻ ഇപ്പോഴും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അവൻ കുളിക്കാൻ കയറുമ്പോഴത്തേക്ക് അവൻ ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, എന്തോ പോഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യണ പോലെയാണ്. അവൻ മറ്റേ എന്താ പറയുക, ജ്യൂസൊക്കെ അടിക്കണ പോലെയാണ് ഷാംപൂ യൂസ് ചെയ്യണേ. അപ്പോൾ അത് കാരണം നേറ്റീവ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് തീരും.
അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇത് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യത്തില്ല, പക്ഷെ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണത്. ഇതെൻ്റെ ഓണസ്റ്റ് സ്കിൻ കെയർ ആയിരിക്കണമല്ലോ, അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ബൾക്കായിട്ട് വാങ്ങിക്കുന്നതിന് വലിയ പ്രശ്നമില്ല, പക്ഷെ ഇതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണേ. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ എൻ്റെ സ്കിൻ കെയർ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഹേ ഗായസ്. സോ ഞാൻ പിന്നെയും വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വെള്ളം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഞാൻ മൈക്ക് വെച്ചൊന്ന് നോക്കിയതാണ്, ഞാൻ മറന്നുപോയായിരുന്നു. സോ കുളി കഴിഞ്ഞു. ഞാൻ സ്കിൻ കെയർ ചെയ്യുമ്പോൾ യൂഷ്വലി എൻ്റെ ഈ അമ്മച്ചിക്കെട്ട് എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ മുടി കെട്ടി വെക്കുമായിരുന്നു. അപ്പം ഞാൻ കുഞ്ഞിനെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഭയങ്കര എഫക്റ്റീവാണ്, കാരണം മുടി നമ്മുടെ ഫേസിലോ ബാക്കിലോ വീഴാണ്ടിരിക്കും. അപ്പോൾ സ്കിൻ കെയർ ചെയ്യാനായിട്ട് എളുപ്പം ഇതാണ്. അപ്പം എനിക്കിപ്പോൾ കുറച്ച് സൈനസ് പോലെ ഉണ്ട്, അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ മറ്റേ ടേമറിക് ആയിട്ട് ജിഞ്ചർ ഷോട്ട് കുടിക്കുന്നുണ്ട്. എനിക്ക് ഒരു എഫക്റ്റീവ്നെസ് തോന്നി, അത് കാരണം ഞാൻ ഇന്ന് കുറച്ചും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ചിലപ്പോൾ ഷോർട്ടായിട്ട് ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയറിലായിട്ട് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടറിയാം, എൻ്റെ ഭയങ്കര പോറസ് ആയിട്ടുള്ള സ്കിന്നാണ് ഗൈസ്. ഭയങ്കര ഡ്രൈയും ആണ്. ഓക്കെ, കുളിച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലി ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സീറം അപ്ലൈ ചെയ്യും. ഓക്കെ, അതാണ് സാലിസിലിക് സീറമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കാരണം എനിക്ക് ഭയങ്കര തിക്കായിട്ടുള്ള ആക്നെ വരുന്നത്, അപ്പോൾ അതിന് അതാണ് നല്ലത് എന്നാണ് ഞാൻ റിസർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ സാലിസിലിക് പെരട്ടുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, ഒരു സെക്കൻഡേ, ഈ ഓർഡിനറിയുടെ 2% ആണ്. ഇത് ആക്ച്വലി കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഫേസ് ഭയങ്കര ഓയിലി ആക്കണ പോലെ തോന്നും. എനിക്ക് ആക്ച്വലി ബെറ്റർ ആയിട്ട് തോന്നിയത് സെറ്റഫിലാണ്. ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ സെറ്റഫിലിൻ്റെ തീർന്നിരുന്നപ്പോഴാണ് സെഫോറയിൽ പോയത്. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഇത് വാങ്ങിച്ചു. ഇനിയിപ്പോൾ ഇത് തീരുന്നവരെ ഞാൻ ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മറ്റേ സെറ്റഫിലിൻ്റെ സാലിസിലിക് സീറമാണ്. അത് ഞാനിവിടെ വേണമെങ്കിൽ പിൻ ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഞാനിത് ഒന്നുമല്ല, ഞാനിപ്പോൾ അവിടെയാണ് എൻ്റെ മിറർ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നെറ്റിയിൽ ഇവിടെയൊക്കെ പുരട്ടിയിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അതെൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. ഞാനിപ്പോൾ ബാക്ക് ക്യാമറയാണ് എൻ്റെ ഫോണിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം നോക്കിയിട്ട് ചെയ്യാൻ പാട്. മിറർ യൂസ് ചെയ്യണം. അവിടെ ആരെയും ഡാഡീനെ പേടിപ്പിക്കുന്നുണ്ട് എന്തോ കാര്യത്തിന്. ലെഗോ ചെയ്യുമായിരുന്നു രണ്ടുപേരും കൂടെ. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം എടുക്കാനായിട്ട് പോയായിരുന്നു. അപ്പം നോക്കിയപ്പോൾ സോ നല്ല പോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ ദീപിക പദുക്കോൺ പറയുന്ന പോലെ യുനോ അപ്വേർഡ്സ് ഗ്രാവിറ്റി അല്ലേ, സ്കിന്നൊന്ന് മുകളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇതല്ലാണ്ട് യൂസ് ചെയ്യുന്നത് മറ്റേ ഇതാണ്, അയ്യോ അതിനെന്താ പറയുന്നേ, കോളേജൻ യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ചില വേർഡ്സ് കിട്ടത്തില്ല. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ് പ്ലീസ്. എനിക്ക് മാത്രമാണോ ഈ പ്രശ്നമുള്ളതെന്ന്? പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നല്ല ഷാംപൂ കണ്ടീഷണർ ബ്രാൻഡ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഓൾസോ. കാരണം ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നില്ല. എനിക്ക് വേറെ ഏതെങ്കിലും നല്ലതൊരെണ്ണം സജസ്റ്റ് ചെയ്യണം പ്ലീസ്. കാരണം മുടി കൊഴിച്ചിൽ നല്ലപോലെയുണ്ട് ഇവിടെ ഇപ്പോൾ. സോ കണ്ടോ, സീറം ഞാൻ ചെവിയുടെ ബാക്കിലും പുരട്ടാൻ നോക്കൂ കേട്ടോ ഗൈസ്. കാരണം എനിക്ക് അവിടെയും ആക്നെ വരാറുണ്ട് എനിക്ക്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും പുരട്ടും. പിന്നെ ഞാൻ കുറച്ച് സീറം എൻ്റെ ബാക്കിൽ പുരട്ടും, കാരണം എനിക്ക് നല്ല ബാക്ക് ആക്നെ ഉണ്ട് ഗൈസ്. എൻ്റെ ഫുഡിങ് ഒന്നും ഇപ്പോൾ ശരിയല്ല, അപ്പോൾ അതിൻ്റെ നല്ലപോലെ അറിയാനുണ്ട്. അതുപോലെ തന്നെ കണ്ടോ ഗൈസ്, എൻ്റെ സ്കിൻ കണ്ടോ? അതെ, ഞാൻ ഒരു ദിവസം ഓംലെറ്റ് ഉണ്ടാക്കിയതാ, തെറിച്ച്. പിന്നെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ അണ്ടർ ആംസ് ഞാൻ ഷേവ് ചെയ്തിട്ടില്ല ഗൈസ്. എനിക്ക് അണ്ടർ ആംസ് കുറച്ച് ഫോണൊന്ന് മാറ്റേണ്ടി വന്നു ഗൈസ്, കാരണം എൻ്റെ ഫോണിൽ ബാറ്ററി ഇല്ലായിരുന്നു. അപ്പോൾ
ഞാൻ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഞാൻ ആദ്യമേ പറ്റുന്നത് സിറം ആണെന്നാണ്. സിറം ഞാൻ എൻ്റെ ചെവിയിലും പുരട്ടും, അതുപോലെ തന്നെ എൻ്റെ ബാക്കിലും പുരട്ടും. കാരണം എനിക്ക് ബാക്ക് ആക്നി ഉണ്ട് എന്നാണ് പറഞ്ഞു തീർത്തത്. കാരണം ഞാൻ റിയലൈസ് ചെയ്ത് അപ്പോഴത്തേക്കും എന്തോരം റെക്കോർഡായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇത് ഞാനൊന്ന് ഒന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യും. സോ ഇത് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്പിൽ ബാം ഇടുക എന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ ലിപ്പും നല്ല മോയ്സ്ചറൈസ് ആയിട്ട് കിട്ടും. എൻ്റെ അടുത്ത് കുറേ ടൈപ്പ് ലിപ് ബാം ഉണ്ട്. കാരണം എൻ്റെ അമ്മായിയമ്മ എനിക്കും ഗിഫ്റ്റായിട്ട് മറ്റേ ലിപ് ബാം തരാറുണ്ട്. പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒന്ന് ഞാൻ ഇവിടെ പോയി എന്ന് പറഞ്ഞില്ലായിരുന്നു, ഓക്വിൽ പോയപ്പോഴത്തേക്ക് വാങ്ങിച്ച ഈ പേർഡി നാച്ചുറലിൻ്റെ ഈ സാധനം നല്ലതാണ്. കാരണം ഇതിനൊരു എന്താ പറയുക, നാച്ചുറൽ ഒരു ഫീലിംഗ് ആണ്. നല്ലപോലെ ലിപ്പ് മോയ്സ്ചറൈസ് ആയിട്ട് കീപ്പും ചെയ്യുന്നുണ്ട്. സ്പിയർമെൻറ്റിൻ്റെ ഫ്ലേവറും ഉണ്ട് ഇതിന്. ഇത് നല്ലതാണ്. പക്ഷെ അല്ലാണ്ട് എനിക്കിഷ്ടം ഇപ്പോൾ ഈ ബ്ലിസ്റ്ററെക്സിൻ്റെ സാറ്റിൻ നെക്ടർ എന്നും പറഞ്ഞിട്ട് 3 ഫ്ലേവർ ഉണ്ട്. അതിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീച്ച് ആപ്രിക്കോട്ടിൻ്റെ ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും നല്ലപോലെ നമ്മുടെ ലിപ്പ് ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നുണ്ട്. ഇത് ഡ്രഗ് സ്റ്റോർ ബ്രാൻഡാണ്, പക്ഷേ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഈ ചെയ്യുന്ന ഒരു സാധനവും പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ ഗൈസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞേക്കട്ടെ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സിലെ സാധനങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാറില്ല. കാരണം നമ്മൾ ബാക്കിയുള്ളവരോട് പറയരുത് വാട്ട് ഷുഡ് ദേ ബൈ. നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളവരോട് പറയണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് വിശ്വസിക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കണം. ഇപ്പം സെറാവയൊക്കെ അല്ലെങ്കിൽ സെറ്റഫിലൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് സ്കിന്നിട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ പറയും ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നേരത്തെയൊക്കെ എന്നെ പറ്റിയിട്ട് എനിക്ക് ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ലൈക്ക് ഇപ്പോൾ ഇങ്ങനെ കക്ഷമൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ ഒരിക്കലും നിൽക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, ഞാൻ കുറച്ചും കൂടെ എന്താ പറയുക ഫ്രീ തിങ്കർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടെ ബ്രോഡ് മൈൻഡഡ് ആണ്. അതുകൊണ്ട് എനിക്കങ്ങനെ എന്താ പറയുക, ഐ ഡോണ്ട് ഫീൽ ദാറ്റ് വേ ബിക്കോസ് ഐ ലവ് മൈസെൽഫ് എ ലോട്ട്. കാരണം മറ്റേ കരീന കപൂർ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ആണെങ്കിലുണ്ടല്ലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഗൈസ്. ബാക്കിയുള്ളതൊക്കെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോലെ മാറി. അത് കഴിഞ്ഞിട്ട് മറ്റേ നോ നോയ്സ് മറ്റേ ഹെഡ്ഫോൺസ് വെക്കില്ലേ, അതുപോലെ ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ ലിപ് ബാം ഇട്ടു. ഇനി നെക്സ്റ്റ് എൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസിങ് ആണ്. സോ ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്കിൻ കെയർ ഇസ് ഓൾ അബൌട്ട് പ്രിവെൻഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് മോയ്സ്ചറൈസേഷൻ. ഓക്കെ, അത് വേറെ എന്തോ കൂടി ഉണ്ടായിരുന്നു. ഈ 3 കാര്യമാണ് നമ്മൾ മെയിൻലി ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ആലോചിച്ച് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ നമ്മളിങ്ങനെ കുറേ നേരം ചെയ്യേണ്ടി വരും. ഈ മമ്മി ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഉള്ള കാര്യമാണ് ഗൈസ്. ഞാൻ ഈവൻ പേർലി മണി വരെയും മമ്മി ബ്രെയിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് മറ്റേ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ കാര്യത്തിലിട്ട് വരാം. പറഞ്ഞ പോലെ മോയ്സ്ചറൈസിങ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത്. പ്രൊട്ടക്ഷൻ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഞാനിന്ന് പുറത്ത് പോകുന്നില്ല. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ചെയ്യുന്നില്ല, ജസ്റ്റ് മോയ്സ്ചറൈസിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ യൂസ് ചെയ്യണത് സെറാവയുടെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. നിങ്ങൾക്ക് ഫേസിന് വേണമെങ്കിൽ സെറാവയുടെ ഫേസ് ലോഷൻ വാങ്ങിക്കാം. പക്ഷെ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ മറ്റേ ഫേസിൻ്റെ വാങ്ങിച്ചിട്ടില്ല. ഇത് ഇറ്റ് വർക്ക്സ് ഫോർ മീ, സോ ഞാൻ അങ്ങനെ മാറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സെറാവയുടെ വേറൊരു മോയ്സ്ചറൈസറും ഉണ്ട്. അത് ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്കും അതിനകത്ത് SPF ഉള്ളത് കാരണം അതാണ് യൂസ് ചെയ്യണേ. അല്ലെങ്കിൽ ഞാൻ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ഇത് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ബാക്കിലും ഞാൻ ചെയ്യും. കാരണം എനിക്ക് ബാക്ക് ഭയങ്കരമായിട്ട് സ്കിൻ, നിങ്ങൾക്ക് മനസ്സിലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാനഡ പോലത്തെ ഒരു രാജ്യത്ത് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പം നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസർ ഇട്ടാൽ മാത്രമാണ് നമ്മുടെ സ്കിൻ കുറച്ചെങ്കിലും നല്ല പ്ലംപി സോഫ്റ്റ് ആൻഡ് നല്ലതായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാനത് യൂസ് ചെയ്യണത് മറ്റേ 3 തമ്പ് റൂളില്ലേ, അല്ലെ 3 ഫിംഗർ റൂളില്ലേ, അതാണ്. ഓക്കെ, അത് നെറ്റിയിലിങ്ങനെ കവിളത്ത്, ചിക്സ്, പിന്നെ നമ്മുടെ ചിന്നിൽ, പിന്നെ കഴുത്തിൽ, പിന്നെ ബാക്കി വരുന്നതൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബാക്കിലൊക്കെ പരട്ടും. എൻ്റെ അമ്മേ, എന്നെ പേടിപ്പിച്ചല്ലോ ആര്യൻ. യു സ്കേർഡ് മീ. ഹായ്, ആർ യു എ റോബോട്ട്? സോ 3 തമ്പ് അനുസരിച്ച് നമ്മൾ നമ്മുടെ മോയ്സ്ചറൈസർ വരട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അഗൈൻ മസാജ് ചെയ്ത് നമ്മുടെ ഫേസിൽ നല്ലപോലെ പിടിപ്പിക്കുക. ഇതും ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണം ഗൈസ്, അല്ലാണ്ട് അടുത്ത നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോവരുത്. ഇതായിരിക്കണം ഒരു സ്കിൻ കെയറിന്റെ ബേസ് വരുന്നത്.
ബേസിക് ആട്ടോ ഗൈസ്. ഞാൻ വലിയ കാര്യമായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളല്ല, അതുകൊണ്ട് പറയുന്നതാണ്. ബാക്കിലും ഏറ്റവും പുറത്ത് കുരു എനിക്ക് ഈ സമ്മറിലെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണം എന്നുണ്ട്. പക്ഷെ ഡയറ്റൊക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യേണ്ടി വരും. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഭയങ്കര ഷുഗർ ക്രേവിംഗ് ആണ്. ഹായ് അഗൈൻ മിസ്റ്റർ റോബോട്ട്. സോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മുടി ഒന്ന് ഒതുക്കാം ഗൈസ്. പിന്നെ മോർണിംഗിലും ഞാൻ എപ്പോൾ ബാത്റൂമിൽ കയറിയാലും ചെയ്യുന്നൊരു കാര്യം ഡിയോഡറൻറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ആൾക്കാർക്ക് BO ഒരു ഇഷ്യൂ ആണ് ഗൈസ്, ബോഡി ഓർഡർ. സോ ഞാൻ യൂസ് ചെയ്യണേ ഡവിൻ്റെ മെൻ കെയർ ആണ്. ഓക്കെ, സത്യമായിട്ട് ഇതാണ് യൂസ് ചെയ്യണത്, നിങ്ങൾക്ക് കണ്ടറിയാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ ആര്യൻ ഇങ്ങനെ കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഇത് അലൂമിനിയം ഫ്രീ ആണ്. പിന്നെ എനിക്ക് ഇതിൻ്റെ സ്മെൽ ഇഷ്ടമാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ ഫീലും ഒരുമാതിരി എന്താ പറയുക, മറ്റൊരു പെട്രോളിയം ജെല്ലി എന്തോ വരട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ്, ആ ഓയിലി പേസ്റ്റി ഫീലിംഗ് അല്ല. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇത് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി ആൾക്കാർ വല്ലവരും പറയുമായിരിക്കും എൻ്റെ അണ്ടർ ആംസ് ഭയങ്കര കറുത്തിട്ടാണെന്ന്. ഗൈസ്, ഞാൻ സൗത്ത് ഏഷ്യൻ ആണ്, എൻ്റെ അണ്ടർ ആംസ് കറുത്തിട്ടാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് നാച്ചുറലായിട്ട് അങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് മാറ്റണമായിരിക്കും. പക്ഷെ ഞാൻ ഭയങ്കര ബോഡി പോസിറ്റിവിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഗൈസ്. അധികം ചേഞ്ചസ് വരുത്താണ്ടിരിക്കണതാണ് നല്ലത്. സോ ഗൈസ്, എൻ്റെ ഇന്നത്തെ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഞാൻ കുറച്ച് ഹായ് അഗൈൻ. സോ ഗൈസ്, എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. പക്ഷെ അല്ലാണ്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് ലൈക്ക് വീട്ടിൽ കൂടെയൊക്കെ നടക്കുവാണെങ്കിൽ പോലും ഇപ്പം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയുക, നമ്മുടെ മോയ്സ്ചറൈസിങ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ലിപ് ടിൻറ്റ് പോലത്തെ സാധനമായിരിക്കും എപ്പോഴും യൂസ് ചെയ്യണേ. അത് തന്നെ ഞാൻ ഐയുടെ പൊക്കത്തും കുറച്ച് ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഭയങ്കര നാച്ചുറൽ ലുക്കാണ് അതിന്. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രിക്കാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർസലിൻ്റെ ഇതിന് പറയണ ലിവിങ് റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഇത്തിരി മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ഇത് $10 എങ്ങാണ്ടുമായിരുന്നു ആമസോണിൽ ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ഈ കളർ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് സ്പെസിഫിക്കലി ഞാൻ കിയാറ നൈറ്റ്ലിയുടെ ഒരു ലിപ് ഷെയ്ഡ് തപ്പി ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ കണ്ടുപിടിച്ചൊരു സാധനമാണ്. പക്ഷെ ഇത് അത്രയ്ക്ക് വരുന്നില്ല. പക്ഷെ ഇത് ഞാൻ വേറൊരു യൂസ് കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ, നിങ്ങളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രസം ഫീൽ ചെയ്യുന്നില്ലല്ലോ. പക്ഷെ ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാമേ. ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ ലിപ്സ് പതുക്കെ എടുത്തിട്ട് ഐസിന്റെ അവിടെ കുറച്ച് ചെയ്യുക, കണ്ടോ? ഓക്കെ, ഐഷാഡോ പോലെ. ഇത് നമ്മൾ ശരിക്കും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ. ഇവിടെ ചെയ്യുന്നത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ, അവിടെ നിന്ന് എടുക്കുന്നത് നമ്മൾ കണ്ണിന്റെ മുകളിൽ കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യണേ. പിന്നെ ചുണ്ടിന്റെ അടിയിലുള്ളത് നമുക്ക് ഇത്തിരി ബ്ലഷ് പോലെ, കണ്ടോ? ഇങ്ങനെ കുറച്ച് നോസിലൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് ഷാർപ്പൻ ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ഗൈസ്, ഇത് കണ്ടോ? ഇങ്ങനെയാണ് ഞാൻ കുളിച്ചിട്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഞാൻ ഇരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നടക്കുക. പിന്നെ ഞാൻ എൻ്റെ ഹെയർ ഹീറ്റ് യൂസ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്യൽ ഭയങ്കര കുറവാണ്. മാക്സിമം ഞാൻ ഹീറ്റ് അവോയ്ഡ് ചെയ്യും.
പിന്നെ അത്യാവശ്യം യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഞാനിപ്പോൾ വീട്ടിൽ നിൽക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ ഹെയറിനെ വേണ്ടാണ്ട് ടോർച്ചർ ചെയ്യാറില്ല. ഓക്കെ, അതിന് നാച്ചുറലി തന്നെ വിടാറുള്ളൂ. പിന്നെ വേറെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ ഒരു ബോഡി ഷോപ്പിൻ്റെ കോക്കനട്ട് എന്ന് പറഞ്ഞൊരു ബോഡി മിസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മറ്റേ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിച്ച് പുറത്തിറങ്ങിയ ഒരു മണമായിരിക്കും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ഇത് അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ മോഡേൺ ഫാമിലിയിൽ കണ്ടൊരു കാര്യം കേട്ടോ ഗൈസ്. ഞാൻ ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്യും, ഞാൻ അങ്ങനെ അതിനകത്തോട്ട് നടക്കും. ലൈക്ക് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ബോഡി സ്പ്രേ അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കങ്ങനെ മൊത്തം എൻ്റെ ഒരു ബോഡി മിസ്റ്റി ആയിട്ട് ഇങ്ങനെ കോക്കനട്ടി ഫ്ലേവറി ആയിട്ട് ഫീൽ ചെയ്യണ പോലെ തോന്നും. അതെല്ലാവർക്കും ഫീൽ ചെയ്യുമെന്ന് അറിയില്ല. സോ ഇതാണ് ഗൈസ്, എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. വീട്ടിൽ നമ്മൾ ഒരു ദിവസം ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ മുടി ഞാൻ ഓയിലിംഗ് ചെയ്യാറുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു ടെൽ മീ, ഞാൻ ഇടാം കേട്ടോ ഗൈസ്. ഞാൻ ഓണസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ പറയാം. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ പിന്നെയും പറയുന്നു. ആസ് ലോങ് ഞാൻ ആഗ്രഹിക്കുന്ന ബ്രാൻഡൊന്നും എൻ്റെ അടുത്ത് ചോദിച്ച് വന്നിട്ടില്ല ഗൈസ്. അപ്പോൾ അത് കാരണം ഇതുവരെയായിട്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹോപ്പ്ഫുള്ളി സറാവി ഓർ സെറ്റ് ഓഫ് ഇറ്റ് ഗൈസ്. അവർ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. ബൈ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.